ഹലോ ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ്. ബിഗ് ബോസിൽ നമ്മൾ മത്സരാർത്ഥികളെ എങ്ങനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക. വോട്ട് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ഒരു മത്സരാർത്ഥിയെ പിക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയ രീതിയാണ്, ഒരു ചെറിയ ടിപ്പാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ പല ആളുകളും ഈ മത്സരാർത്ഥികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മത്സരാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കമൻസും ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ബോളും ഫേക്ക് ഐഡികളിൽ നിന്നുള്ള തരംഗം ലൈക്കും ഇതെല്ലാം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും. എന്നാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒബ്സർവ് ചെയ്ത് ഒരു ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കണ്ടന്റുകൾ തരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് നന്മപരമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ ആളെ സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ കറക്റ്റ് സ്വഭാവം അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി കൊണ്ട് കളിക്കുന്ന ഒരാളാണ് വെച്ചെങ്കിൽ അത് ഞാൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറ് ഒരു റിയൽ ക്യാരക്ടർ ആയിട്ടുള്ള ഒരാൾ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് ഞാൻ സാധാരണ ശ്രദ്ധിക്കാറ്. ഇനി ഒരു സ്ട്രാറ്റജിക്കൽ മൂവായിട്ട് ചിലപ്പോൾ കുറച്ച് കുറച്ച് ഹൈപ്പിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ എക്സ്റ്റാജറേറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ പോലും അവർ എന്റർടൈൻഡ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ തള്ളിക്കളയാൻ പറ്റില്ല. അവരും ഇതിൽ പെർഫോം ചെയ്യേണ്ട ആൾക്കാരാണ്. ഒരു വില്ലൻ ഒരു ഹീറോ ക്യാരക്ടർ കൊടുത്തുകൊണ്ട് ബിഗ് ബോസിനെ ആരും കാണരുത്. കാരണം അങ്ങനെ കാണേണ്ട ഗെയിമല്ല. നിങ്ങളൊരു ഹീറോനെ തിരഞ്ഞെടുക്കുക എന്ന് വിചാരിച്ച് കാണേണ്ട ഒരു ഗെയിമല്ല. ഇതില് നിങ്ങൾ കാണേണ്ടത് ഈ റിയൽ ക്യാരക്ടർ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എത്ര കൗശലത്തോട് കൂടിയാണ്, അല്ലെങ്കിൽ എത്ര വാക്ചാതുര്യം കൊണ്ടാണ് ഇവര് നമുക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ഒരാളെ സെലക്ട് ചെയ്യുക. അല്ലാതെ ഓടി കണ്ട് സോഷ്യൽ മീഡിയയിലെ തരംഗം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ PR ഏജൻസിയുടെ ഒരുപാട് കമന്റ്സ് കണ്ടിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ഒരു മത്സരാർത്ഥിനെ തിരഞ്ഞെടുക്കരുത്. ഇപ്പോൾ പല ഇതിലും കണ്ടിട്ടുണ്ട് ഈ മാസ് ഒരു കൂടുതൽ ഒരു ഫോക്കസ് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന ആളുകൾക്ക് കൂടുതൽ ഫാൻസ് ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സീസൺ 5 എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിനോഷ് റിനോഷ് നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ റിനോഷിനെ നമ്മളെല്ലാവരും കൂടിയിട്ടില്ല, ഒരു വിഭാഗം ആളുകൾ കൂടിയിട്ട് വാഴയാണ് അതാണ് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അതാണ്, അങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം അദ്ദേഹത്തിന്റെ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേ ചെയ്യാൻ വിചാരിക്കുകയാണ് വെച്ചെങ്കിൽ ഒരു സിനിമ കാണുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരു റിയൽ ക്യാരക്ടറിനെ ഒരിക്കലും അദ്ദേഹം പഴമാണോ തേങ്ങയാണോ മാങ്ങയാണോ എന്ന് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ പ്ലേ അദ്ദേഹം കളിക്കട്ടെ. അദ്ദേഹം പ്ലേ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ റിയൽ ക്യാരക്ടർ നിന്നുകൊണ്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് അമ്പുകൾ വരുമ്പോൾ ആ അമ്പുകളെ തടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങളിൽ തെറി പറയുന്ന രീതിയാണെങ്കിലും അല്ലെങ്കിൽ സംസാര രീതിയാണെങ്കിലും അതൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് സൂപ്പർ കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ റിനോഷിനെ എവിടോ ആളുകൾക്ക് കണക്ട് ചെയ്യാതെ പോയി എന്നുള്ളത് എനിക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബ്ലെസ്ലിക്ക് ഒരു റിനോഷിനെ പറഞ്ഞ പോലെയല്ല, ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ബ്ലെസ്ലിക്ക്. ബ്ലെസ്ലി എന്ന് പറയുന്ന ഒരു ബ്രില്യൻ ഗെയിമർ, മൈൻഡ് ഗെയിമർ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഞാൻ ബ്ലെസ്ലിനെ ഒരു മൈൻഡ് ഗെയിമർ ആയിട്ടല്ല കണക്കൂട്ടുന്നത്, ഒരു കൗശലക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് അറിയാം എവിടെ പ്ലേസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസിന്റെ ഡയറക്ഷൻ മൊത്തം മനസ്സിലാക്കിയിട്ടുള്ള ഒരാള് എവർ ടൈം മലയാളം ബ്ലെസ്ലി ആയിരുന്നു. പക്ഷെ ബ്ലെസ്ലിക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ വാക്ചാതുര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഫിസിക്കും എല്ലാം കൂടിയിട്ട് ഒരു ഒരു പ്ലേ ഒരു ചെറിയ ഒരു കുട്ടിയെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു അനിയനെ കാണുന്നത് പോലെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഒരു ഹീറോയിക് ആയിട്ട് വളരാൻ ബ്ലെസ്ലിക്ക് കഴിഞ്ഞില്ല. അത് നമ്മുടെ കൺസെപ്റ്റിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കണ്ടസ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കേണ്ടത് അദ്ദേഹം അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഓരോ മൂവ്മെന്റ്, കൗശലങ്ങള്, സ്ട്രാറ്റജിക്കൽ മൂവ്, ഫിസിക്കൽ ഗെയിംസ്,
അതുപോലെ തന്നെ ഇനിയിപ്പോൾ സംസാരിക്കാൻ അധികം അറിയാത്ത ആളുകളാണെങ്കിലും അദ്ദേഹത്തിന് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം സൈലൻസിൽ പോലും നമുക്ക് പല കാര്യങ്ങളും പല കണ്ടസ്റ്റൻസും മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സൈലൻസ് പോലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ക്യാമറ ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ബിഗ് ബോസ് ഒരു അന്ധമായിട്ട് ഒരു ഫാൻസിനെ തിരഞ്ഞെടുക്കാതെ, ബിഗ് ബോസ് കാണുന്നവർ അന്ധമായിട്ട് ഒരു ഫാൻസിനെ തിരഞ്ഞെടുക്കാതെ, സത്യസന്ധമായിട്ട് കളിക്കുന്ന ആളെ മാത്രം തിരഞ്ഞെടുക്കാതെ ഒരു ഒരു പുതിയ ചേഞ്ചിലേക്ക് ഒരു കണ്ടസ്റ്റൻസിനെ നിങ്ങൾ കാണേണ്ടതുണ്ട്. എല്ലാവരും ഒരാളെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറാതെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടസ്റ്റൻസ് ചെയ്യുന്നുണ്ടോ അവരിൽ കൂടുതൽ ഫോക്കസായി അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.